എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്ലൂ ലോക്കിൻ്റെ ചാപ്റ്റർ 297 റിലീസായിട്ടുണ്ട്. ഞാൻ സിംഗിൾ ചാപ്റ്റേഴ്സായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ, അതായത് ന്യൂ ഇഗോസ്റ്റിക് ലീഗ് കഴിഞ്ഞതിനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഒപ്പിയായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചാപ്റ്റേഴ്സിൽ നാഗിയെ ബേസ്ഡിലാണ് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഒന്നല്ലെങ്കിൽ നാഗി പുറത്താകും, അല്ലെങ്കിൽ നാഗി ഇന്നാവും. എന്താണെന്ന് പറയാൻ പറ്റില്ല, കണ്ടു നോക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ച്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഇസാഗിയുടെ നമ്പർ 1 പൊസിഷന് ശേഷം ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടതാണ്. അതായത് റിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, കൈസറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, ബാറോൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ മാൻഷൻ സിറ്റി വേഴ്സസ് ബാർക്ക എന്നുള്ള മാച്ച് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ മാച്ചിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റ് നാഗി ആൻഡ് റിയോ. ഇവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യാണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയോ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം റിയോ ആദ്യം പറഞ്ഞിരുന്നു ടീമായിട്ട് കളിക്കാമെന്ന്, പിന്നെ പറയുന്നു വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാമെന്ന്. അങ്ങനെ റിയോ 2 സ്റ്റാൻഡിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇപ്പോൾ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാഗി ഗോൾ സ്കോറിങ്ങിൽ മാത്രമാണ് ഭയങ്കര OP ആയിട്ട് കളിക്കുക. അതായത് പന്ത് എടുത്തിട്ട് എങ്ങനെയും ഷൂട്ട് ചെയ്ത് കളിക്കും. പക്ഷേ റിയോ അങ്ങനെയല്ല. റിയോ ഒരു ഓൾറൗണ്ടറാണ്. റിയോ നന്നായിട്ട് അസിസ്റ്റ് ചെയ്യും, ടീം വർക്ക് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ ഗോൾ അടിക്കാം. അങ്ങനെയുള്ളൊരു പ്ലെയറാണ് റിയോ. ആൻഡ് ഇതിനുശേഷം ചാപ്റ്റർ 297 തുടങ്ങുന്നത് തന്നെ നാഗി റിയോനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ്. കാരണം അവൻ എത്രത്തോളം ഇവോൾവ് ആയി, ഇപ്പോൾ തുടക്കത്തിൽ നിന്ന് എത്രത്തോളം ഇവോൾവ് ആയി. പക്ഷേ നാഗി ഇപ്പോഴും പഴയ പോലെ തന്നെയാണെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് നാഗിയാണ് നിൽക്കുന്ന ചാപ്റ്റർ അതായത് പാനൽ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. കാരണം റിയോ ഓൾറെഡി ചിഗിരിക്ക് ഒരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിഗിരി അത് ഗോളാക്കിയിട്ടുണ്ടായിരുന്നു. റിയോക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെത്താനെ ഗോൾ അടിക്കായിരുന്നു. പക്ഷേ റിയോ അസിസ്റ്റ് കൊടുത്തത് ഗോളാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ അസിസ്റ്റ് കാരണം റിയോ ഓൾമോസ്റ്റ് സേഫ് ആണ്. അതായത് ടീമിൽ ഒരു സേഫ് പൊസിഷൻ അവനുണ്ട്. പക്ഷെ നാഗി എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ള കാര്യം നാഗി ഇപ്പോഴും അറിയുന്നില്ല. നാഗി ഒരു തരത്തിലുള്ള അസിസ്റ്റും ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള ടീമിന് കോൺട്രിബ്യൂട്ടും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം റിയോ എല്ലാം ചെയ്യുന്നുണ്ട്, അവൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം റിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് റിയോ ഭയങ്കര ചില്ലാണെന്ന്. പക്ഷെ റിയോ ഉള്ളിൽ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം എങ്ങനെയും ടീമിലെത്തില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് നന്നായിട്ട് റിയോ പേടിച്ചിരിക്കുകയാണ്. ഈ എല്ലാ സിറ്റുവേഷൻ്റെ ഒറ്റ റെസൊല്യൂഷനായിട്ട് നാഗിയുടെ മനസ്സിലുള്ളത് എങ്ങനെയും ഫയറപ്പ് ആവണമെന്ന് മാത്രം. റിയോയെ പോലെ അവനും ഫയറപ്പായാൽ മാത്രമേ എങ്ങനെയും കളിക്കാൻ പറ്റൂ, എങ്ങനെയും സർവൈവ് ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും നമുക്ക് ഇസാഗിയാണ് കാണിക്കുന്നത്. പാനലിൽ നമുക്ക് ഇസാഗി കാണിക്കുന്നുണ്ട്. ഇസാഗി ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. അവനിപ്പോൾ നമ്പർ 1 ആണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഇസാഗി ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അവൻ ആ 3 ചാപ്റ്റേഴ്സായിട്ട് അവൻ ആ ഷോക്കിൽ തന്നെയാണ് നിൽക്കണേ. ആ ചെറിയ കാര്യമല്ല നമ്പർ 1 ആവുന്നത്, എങ്കിൽ പോലും അവൻ ഇപ്രാവശ്യം അതായത് തുള്ളിച്ചാടാണ്ട് അവിടെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെയിം ഫീലിംഗ് ഇനി എപ്പോഴാണ് കിട്ടാൻ പോവുക, ഇനി എങ്ങനെയാണ് ആ ഫീലിംഗ് കിട്ടാൻ പോവുക എന്നുള്ള കാര്യം. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫോർമുല ഉണ്ടാവും. അതായത് ഇപ്പം ഈ കിട്ടുന്ന ഈ ഫീല് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫോർമുല ഇതിനും ഉണ്ടാവും. ശരിയാണ്, ഇസാഗിന് മുന്നേ ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ബട്ട് ഈ കിട്ടുന്ന ഒരു ഫയറപ്പില്ലേ, അതായത് ഇപ്പോൾ ടീമണി ഇസാഗിയെ പോലെ നിൽക്കുന്ന ഈ ഫയറപ്പ്, അത് ഇനി എങ്ങനെ കിട്ടും, അത് ഇനി എങ്ങനെ ഇനിയും അൺലോക്ക് ചെയ്യാം. കാരണം ഇത് അവൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ഇങ്ങനെ ഫയറപ്പ് ഉണ്ടാവുന്നു അപ്പോഴൊക്കെ അവൻ 100% ജയിക്കുന്നുള്ള കാര്യം, ലക്കും അവൻ്റെ ഒപ്പം നിൽക്കുന്നുള്ള കാര്യം അവൻ ഉറപ്പായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഡീപ്പ് തോട്ട്സിലൊക്കെ നിൽക്കണ ഇസാഗിയെ കാണിച്ചതിന് ശേഷം നമുക്ക് ഈഗോനെ കാണിക്കുന്നുണ്ട്. ഈഗോ അടുത്ത റാങ്കിങ്സ് റിവീൽ ചെയ്യാൻ പോകണം. ഇപ്പം നമ്പർ 1 മാത്രമല്ല കാണിച്ചുള്ളൂ, ഇനി അടുത്ത റാങ്കിങ്സ് കാണിക്കാൻ പോവാണ്. അങ്ങനെ റിന്നു ആൻഡ് ഇസാഗിയും ഫസ്റ്റ് 2 സ്പോട്ട് പിടിച്ചതിന് ശേഷം 3ാമത്തെ സ്പോട്ട് പിടിച്ചിരിക്കുന്നത് ഷിഡോ ആണ്. ഷിഡോ 160 മില്യൺ. 4ാമത്തെ സ്പോട്ട് പിടിച്ചിരിക്കുന്നത് ബാറോ ആണ്, 150 മില്യൺ. അങ്ങനെ ഇവരുടെ 2പേരുടെയും റാങ്കിങ് കാണിച്ചതിന് ശേഷം പിന്നെ റാങ്കിങ്സ് ഒന്നും കാണിച്ചിട്ടില്ല ഈ ചാപ്റ്ററിൽ. ആൻഡ് അടുത്തത് നമ്പർ 5 നാഗിയാണെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വന്നൊരു ലീക്ക് കാരണം ഞാൻ അങ്ങോട്ട് വരാം. ആൻഡ് നമ്പർ 5ഉം അതിനുശേഷമുള്ള റാങ്കിങ്സ് ഇതുവരെ കാണിച്ചിട്ടില്ല. ടോട്ടൽ 23 പ്ലേയേഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് വരുന്നത് അറിയില്ല. എൻ്റെ കമ്മ്യൂണിറ്റി മൊത്തം എതിരാണ് റൈറ്ററിന്. കാരണം ബാറോ ഷിഡോനെക്കാട്ടിയും ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നമ്പർ 3 ബാറോ കൊടുക്കണമെന്നുണ്ട്. കമ്മ്യൂണിറ്റി മൊത്തം എതിരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണെന്ന്. ആൻഡ് ഇതിനുശേഷം ഇനി കൈസറിന് എത്ര രൂപ ആണെന്ന് അറിയില്ല, അതും അടുത്ത ചാപ്റ്ററിലായിരിക്കും കാണിക്കുക. എന്തായാലും എല്ലാവരുടെയും കണ്ണുകൊള്ളാൻ പോവാണ്. ഇതിനുശേഷം വീണ്ടും മാച്ചിലോട്ട് വരുന്നുണ്ട്. മാച്ചിൽ റിയോ ആൻഡ് നാഗി 1-1 കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇവർക്ക് രണ്ടുപേരും കൂടി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോയി ഗോൾ അടിക്കാന്നുള്ള ലെവലാണ് ഇപ്പോൾ നാഗി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ബാർക്ക് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ചാപ്റ്റർ ക്ലോസ് ആയി, അതായത് നാഗിയുടെ ചാപ്റ്റർ ക്ലോസ് ആയി എന്നുള്ള കാര്യം അവൻ അറിയാം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് നാഗി എന്താ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയോ? നാഗി ആലോചിച്ചിരിക്കുന്നത് അവൻ എങ്ങനെയുള്ള നാഗി ആവണമെന്ന് വെച്ചാൽ റിയോക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെയുള്ള നാഗി ആയിട്ടിരിക്കണമെന്ന്. ഇത് കേട്ടിട്ട് എനിക്ക് പിന്നെയും ഭ്രാന്തായി. ഒന്നാമത് റിയോന്റെ കളിപ്പിള്ളായിട്ട് നടക്കുന്ന ഒരു ചെറുക്കനാണ്.
ഇനി ഇങ്ങനെയും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കളി മൂഞ്ചാനുള്ള പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിയോ ഫാൻസ് ഒപ്പന്റെ ആവണ്ട, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നാഗിക്ക് ഒട്ടും അത് ഇതാകുന്നില്ല. നാഗി ഒട്ടും അതായത് മുന്നോട്ട് നയിക്കുന്നില്ല. പിന്നെ പാസ് കൊടുത്തിട്ട് നാഗിയും റിയോയും ഗോളിന്റെ അടുത്ത്, ഓൾമോസ്റ്റ് ഗോളിന്റെ അടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്റെ രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ നാഗി പന്ത് എടുത്തിട്ട് എങ്ങനെയും ഗോൾ അടിക്കാന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നാഗി ആലോചിക്കും, ഇപ്പൊ ഈ പൊസിഷനിൽ റിയോ ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ റിയോ എങ്ങനെയാ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ നാഗി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലെവിനെ വരും. ലെവിന് വന്നിട്ട് ഇങ്ങനെ പറയും, അതായത് ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇട്ട് കളിക്കുന്നതല്ല എന്ന് പറയും. നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ അടുത്ത് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകണ്ടേ, പിന്നെ നിങ്ങൾ ആ ചെയ്യണതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ആ ഒരു മൈൻഡിലായിരുന്നു ലെവീനെ അങ്ങോട്ട് വന്നിട്ടുള്ളത്, ഓൾമോസ്റ്റ് എല്ലാം അറിയുന്ന പോലെ. അല്ല, നാഗിയുടെ കയ്യിൽ നിന്നെടുത്ത പന്ത് ലെവീനെ മുന്നോട്ട് പോകുന്നതിന് മുന്നേ അവിടെ മറ്റേ മാസ്റ്റർ വരും, പ്രിൻസ് എന്നുള്ള മാസ്റ്റർ വരും. പ്രിൻസ് അവിടെ നിന്ന് പന്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാഗി ആലോചിക്കും അവന്റെ അടുത്തല്ലേ പ്രിൻസ് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും നാഗിക്ക് തന്നെ പ്രിൻസ് പാസ് എന്നുള്ള കാര്യമൊക്കെ നാഗി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ പ്രിൻസ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പന്ത് എടുത്തിട്ട് മുന്നോട്ട് ഓടിയിട്ട് നാഗി അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. ആൻഡ് നാഗി അവിടെ പ്രസന്റ് അല്ല എന്നുള്ള പോലെ അവൻ അവിടെ നിന്ന് നേരെ പന്ത് എടുത്തോട്ട് മുന്നോട്ട് പോകും. ആൻഡ് ഇത് കണ്ട് നാഗി കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. കാരണം പ്രിൻസ് ഓൾറെഡി നാഗിയുടെ സ്റ്റാറ്റ്സ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം നാഗി ഇപ്പൊ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് അതിലൊന്നും റിന് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷെ അവിടെ അപ്പൊ തന്നെ പ്രിൻസ് അവിടെ നിന്ന് പന്തെടുത്തിട്ട് നേരെ തന്നെ റിയോക്ക് പാസ് കൊടുക്കും. ആൻഡ് ഇങ്ങനെ പാസ് കണ്ടപ്പോൾ റിയോ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് പ്രിൻസ് പറയുന്നുണ്ട്, ഞാനൊരു ഐഡിയൽ, അതായത് സ്വന്തം ഐഡിയലിന്റെ പിന്നാലെ നടക്കാത്ത ഒരുത്തന് ഞാൻ ഒരിക്കലും പാസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് നാഗിയെ പറ്റിയാണ് പറയുന്നത്. അതിനുശേഷം പ്രിൻസ് അവിടെ നിന്നിട്ട് അത് അലറി പറയുന്നുണ്ട്, നീ എങ്ങനെയും ഗോൾ അടിക്കണം, എനിക്ക് നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്കറിയാം, നീ എങ്ങനെയും ഗോൾ അടിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ റിയോയുടെ ഉള്ളിൽ കത്താൻ തുടങ്ങി. റിയോ അതിനുശേഷം ഗോൾ ഫോക്കസ്ഡ് ആയി. ഓട്ടോയുടെ സെയിം മൂവ്മെന്റ് റിയോ കോപ്പി ക്യാറ്റ് ആയിട്ട് അടിച്ചിട്ട് റിയോ അവിടെ നിന്ന് ഒരു പന്ത് എടുത്തിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. ആൻഡ് ഈ അടിക്കുന്ന ഗോള് മാൻചസ്റ്റർ സിറ്റിയുടെ രണ്ടാമത്തെ ഗോളാവും. ആൻഡ് ഇത് കണ്ടപ്പോൾ നാഗി ഫുള്ളായിട്ട് ഷോക്കായി ഉണ്ടാവും. കാരണം റിയോ ഡ്രോയിലെത്തിച്ചു, 2-2 എന്നുള്ള കാര്യം എത്തിച്ചു. ഇത് കണ്ടിട്ട് പ്രിൻസ് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. പക്ഷെ റിയോക്ക് മനസ്സിലായിട്ടുണ്ടാവും റിയോ ബിട്ര ചെയ്ത പോലെയാണ് നാഗിയെന്ന്. കാരണം ഇത്രയും നാൾ ഒരുമിച്ച് കളിച്ചുകൊണ്ട് ഇപ്പോൾ റിയോ നേരിട്ട് സോറി പറയാൻ പോകും നാഗി അടുത്ത്. പക്ഷെ നാഗി അപ്പം തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം പറയും, നല്ലതാണ് നീ ഫയറപ്പ് ആയില്ല, നിനക്കിനി ഞങ്ങൾ മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നാഗി, അതായത് റിയോ പ്രൈസ് ചെയ്യും. ആൻഡ് ഇതിനു ശേഷം പറയും, എനിക്ക് തോന്നുന്നു ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ട് അത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷെ സോറി റിയോ, ഞാനൊരു ഭയങ്കര പെയിനാണ് നിനക്കെന്ന് പറയുന്നുണ്ട് നാഗി. ഇനി നാഗി തീരുമാനിക്കുന്നുണ്ട് നാഗിക്ക് ഇനി ഫയറപ്പ് ആവണം, നാഗി ഇനി റിയോനെ ഡിപ്പെൻഡ് ചെയ്യില്ല, നാഗി ഫയറപ്പ് ആവുന്നുള്ള കാര്യം നാഗി തീരുമാനിക്കുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൊമെന്റിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നാഗി സ്വന്തമായിട്ട് ഫയറപ്പ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി എന്താ മുന്നോട്ട് നടക്കാൻ പോകുന്ന അറിയില്ല. കാരണം ഇനി ഒറ്റ ഗോൾ ഡിഫറൻസേ ഉള്ളൂ. ആരാണോ ഇനി അടുത്ത ഗോൾ അടിക്കുന്നത് ആ ടീം ജയിക്കും. ആരാണ് ഇനി ഗോൾ അടിക്കുന്നത് അത് നാഗി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാഗി എന്തായിട്ടും ടീമിൽ ഉണ്ടാവില്ല. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫുള്ള് ലീക്സ് ആണ്. അപ്പോൾ അത് കാണണ്ടെന്നുള്ള താല്പര്യമുള്ളവർക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വീഡിയോ. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. അത് ലീക്സ് ആണ്, ഫുൾ ആൻഡ് ഫുൾ ലീക്സ് ആണ്. കാരണം ചാപ്റ്റർ ഒറിജിനൽ അല്ല. അപ്പോൾ ലീക്ക് കാണാന്നുള്ളവർക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഇനി ലീക്കിൽ എന്താ പറയുന്നത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്കിങ്സ് ആണ്. അതായത് ഓരോ പ്ലേയേഴ്സിന്റെ റാങ്കിങ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ റാങ്കിങ്സ് ഞാൻ 23rd തൊട്ടിട്ട് 5th വരെ ഉള്ളത് പറയാം. അതിന്റെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് എന്തായാലും കമന്റ് ചെയ്യാം. ഇത് ചാപ്റ്റർ 2 ഏപ്രിൽ 2 ആണ് റിലീസ്. ഏപ്രിൽ 2 ചാപ്റ്റർ വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് റാങ്കിങ് തുടങ്ങാം. ഇപ്പോൾ ഓൾറെഡി 4 പ്ലേയേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ബാക്കി പ്ലേയേഴ്സിനാണ് കാണിക്കുന്നത്. നമ്പർ 5th ബാച്ചിറയാണ്. 120 മില്യൺ yen ആണ് അവന്റെ വർത്ത്. നമ്പർ 6th ചിഗിരിയാണ്. 90 മില്യൺ yen ആണ് അവന്റെ വർത്ത്. നമ്പർ 7th റിയോ ആണ്. 78 മില്യൺ. കുനിഗാമി നമ്പർ 8th ആണ്. 66 മില്യൺ. അതിനുശേഷം വരുന്നത് ഒട്ടോയാണ് 9th പ്ലേസിൽ. 63 മില്യൺ yen ആണ് അവന്റെ റേറ്റ്. ആൻഡ് അതിനുശേഷം ഐക്കു ആണ് 10th 60 മില്യൺ yen ആണ് അവന്റെ വരുന്നത്. കറാസു നമ്പർ 11th 55 മില്യൺ. അതിനുശേഷം ഗഗമാരു ഗോൾ കീപ്പർ ഗഗമാരു 12th പ്ലേസിൽ 50 മില്യൺ yen. അതിനുശേഷം ആര്യു 13th പ്ലേസിൽ. യുക്കിമിയ 14th പ്ലേസിൽ. അതിനുശേഷം നീക്കോ ആണ് 15th പ്ലേസിൽ 40 മില്യൺ. അതിനുശേഷം ഹിയോരി 16th പ്ലേസിൽ 39 മില്യൺ. അതിനുശേഷം സെൻഡോ ആണ് 17th പ്ലേസിൽ. സെൻഡോക്ക് ശേഷം വരുന്നത് കൊറോണയാണ്. കൊറോണ 18th പ്ലേസിൽ 35 മില്യൺ. അതിനുശേഷം വരുന്നത് സാൻഡറ്റ്സു ആണ്. സാൻഡറ്റ്സു 19th പ്ലേസിൽ 33 മില്യൺ yen. അതിനുശേഷം ഗോൾ കീപ്പർ ആയിട്ടുള്ള വേറൊരു പ്ലെയർ ഇല്ല, അവന്റെ പേര് ഫക്കാക്കു. 20th പ്ലേസിലാണ്, 28 മില്യൺ yen. അതിനുശേഷം വരുന്നത് റായ്ച്ചി 21st വരുന്നത് 27 മില്യൺ. കിയോറ 22nd. ആൻഡ് ഇനി ഒരു പ്ലെയറും കൂടി മാത്രമേ ഉള്ളൂ 23 പ്ലെയർ ആവാൻ. ആ പ്ലെയർ ലാസ്റ്റ് പ്ലെയർ 23rd പ്ലേസിൽ നനാസയാണ്. നനാസക്ക് 25 മില്യൺ.
ആൻഡ് അതിനുശേഷം നാഗി 24th 24 മില്യൺ yen ആയിട്ട്. അപ്പോൾ നാഗി ഔട്ടാണെന്നാണ് ലീഗ്സിൽ കാണിക്കുന്നത്. ഈ റാങ്കിങ്ങിനെ പറ്റി നിങ്ങളുടെ തോട്ട്സ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ 1K ആവാൻ ഇനി 500 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പാനൽ അടുത്ത ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി ഈ ലീഗ്സ് കണ്ടപ്പോൾ. കാരണം നാഗി ഇല്ലാത്തൊരു ബ്ലൂ ലോക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും അടുത്ത ചാപ്റ്റർ വരട്ടെ. സോ ബൈ ഗൈസ്.